കുപ്പിയിലെ മാണിക്യം. എപ്പോഴാണ് പടച്ചോൻ നമ്മുടെയൊക്കെ തലവര മാറ്റിമറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നിമിഷങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെയൊക്കെ തലവര മാറ്റിമറിച്ച് അത് വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അംബീസ് യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അംബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂട്ടുകാരൊക്കെ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മൊണാലിസ കേരളത്തിലേക്ക് വരുന്നു. എല്ലാവരും അറിഞ്ഞു കാണും ഈ വാർത്തയെന്ന് വിശ്വസിക്കുന്നു. പ്രയാഗ്രാജ് എന്ന സ്ഥലത്ത് മഹാകുംഭമേള നടന്ന സ്ഥലത്ത് മൊണാലിസ എന്ന നാടോടി പെൺകുട്ടി അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമായി മാല വിൽക്കാനായി വന്നതാണ്. എല്ലാവർക്കും ഈ വാർത്തയൊക്കെ അറിയാമെന്നറിയാം. ഒരു 1.5 മാസം മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായ ഒരു വാർത്തയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് ആ പെൺകുട്ടി വൈറലായി ലോകമെമ്പാടുമുള്ള ആൾക്കാരിലേക്ക് ആ പെൺകുട്ടി എത്തിപ്പെടുന്നത്. ആ പെൺകുട്ടി മാല വിൽക്കുന്ന സമയത്ത് ഏതോ ഒരു യൂട്യൂബർ ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് വൈറലായത്. ഗോതമ്പിൻ്റെ നിറമുള്ള ചാരക്കണ്ണുള്ള അതിസുന്ദരിയായ പെൺകുട്ടി എന്ന സംബോധനയോട് കൂടിയായിരുന്നു ആ വീഡിയോ വൈറലായിരുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി മാല വിൽക്കുന്ന സ്ഥലത്തേക്ക് അനേകരാണ് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ മുഴുവനും ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ചെന്നു. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയെ മാല വിൽക്കാൻ പോലും സമ്മതിക്കാതെ പെൺകുട്ടിയുടെ അടുത്ത് നിന്നോ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് എല്ലാം കണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ പേടിച്ചു പോയി. പെൺകുട്ടിയെ പിടിച്ച പിടിയാൽ ഇൻഡോർ മധ്യപ്രദേശിൽ നിന്നാണ് ആ പെൺകുട്ടി വന്നിരുന്നത്. ആ പെൺകുട്ടിയെ പിടിച്ച പിടിയാൽ അവിടെ അച്ഛൻ മാല വിൽപ്പനയും നടത്തി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടും ആ കുട്ടിക്ക് സമാധാനം കിട്ടിയില്ല. അവിടെയും ആൾക്കാർ ആ കുട്ടിയെ തേടി പിടിച്ച് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് സുന്ദരിയായ മൊണാലിസ വെറും വഴിയോരങ്ങളിലൊക്കെ ഇരുന്ന് മാല വിറ്റുകൊണ്ടേ ഇരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു മഹാകുംഭമേള നടന്ന സ്ഥലത്ത്. കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഭയങ്കര അത്ഭുതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് മൊണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നതാണ്. സാധാരണ വളരെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു മൊണാലിസയും അവരുടെ കുടുംബവും. അവർ മാല വിറ്റായിരുന്നു അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടക്കുന്ന സമയത്ത് മാല വിൽക്കാനായി അവരുടെ കുടുംബം മുഴുവനായി അവിടെ എത്തി ടെൻ്റടിച്ച് അങ്ങനെ അവിടെ എത്തിപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ആ പെൺകുട്ടി, അവിടെ നിന്നാണ് ആ പെൺകുട്ടി വൈറലായത്. നിമിഷങ്ങൾക്കകം പെൺകുട്ടിയുടെ ഫോട്ടോ വൈറലായി. അവളെ തേടി, കാരണം അതിസുന്ദരിയാണ് മൊണാലിസയെ കാണാനായിട്ട്, അതിസുന്ദരിയാണ്. ഇതുപോലെ ഒരു പെൺകുട്ടി ഈ ലോകത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഈ ഒരു വീഡിയോയിൽ കൂടി വൈറലായില്ലായിരുന്നു എങ്കിൽ ഇന്നും സാധാരണക്കാരെ പോലെ മാല വിറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് ആ പെൺകുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ, ബോളിവുഡിലേക്ക് വരാനും ബോംബെയിൽ എവിടെയോ അഭിനയിക്കാനായിട്ടൊരു ചാൻസ് കിട്ടി എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഈ വരുന്ന 14 തീയതി വാലന്റൈൻസ് ഡേയുടെ അന്ന് കോഴിക്കോട്ടുള്ള ബോച്ചെ ചെമ്മണ്ണൂർ ജൂബിലറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് മൊണാലിസയെയാണ് കൊണ്ടുവരുന്നത്. ബോച്ചെ ചെമ്മണ്ണൂർ തന്നെയാണ് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വാർത്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ വീഡിയോയ്ക്കും താഴെ വന്ന് നല്ല പോസിറ്റീവ് കമൻറ്റ് തന്നെയാണ് ഇടുന്നത്. കാരണം ഹണി റോസിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരാതെ, കാരണം ഹണി റോസിനെ ബോച്ചെ ചെമ്മണ്ണൂർ കൊണ്ടുവന്ന് ജൂവലറി ഉദ്ഘാടനം ചെയ്തത് കാരണമാണല്ലോ ഒരു 6 മാസം മുന്നേ പറഞ്ഞ സംഭവമാണ്. അപ്പം ബോച്ചയെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടുവന്നിട്ടതും 3-4 ദിവസമായാലും അദ്ദേഹത്തെ ജയിലിലിടാൻ കാരണം ഈ ഹണി റോസിനോട് അങ്ങനെ ഒരു പറഞ്ഞത് കാരണമാണ്. അദ്ദേഹം വളരെ തമാശയായ രീതിയിലാണത് പറഞ്ഞത്. 6 മാസം കഴിഞ്ഞാണ് ഹണി റോസ് എന്ന ഭൂതനയ്ക്ക് ഒരു ബോധോദയം വന്നു. കേസ് കൊടുത്തു, അദ്ദേഹത്തെ അകത്താക്കി.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് നമ്മുടെ ബോബി ചെമ്മന്നൂരിൻ്റെ സ്വർണ്ണക്കടയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാതെ വെറും പാവപ്പെട്ടവരെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിക്കുക. മൊണാലിസ വരുന്നെന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. ഇപ്പം തന്നെ വണ്ടിയും കാറും ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് 12 തീയതി മൊണാലിസ കേരളത്തിലേക്ക് വരുന്നു. കോഴിക്കോട്ടും അങ്ങനെ 2-3 സ്ഥലത്താണ് മൊണാലിസ വരുന്നത്. മൊണാലിസയ്ക്ക് വേണ്ടി ബോച്ച ചെമ്മന്നൂർ ഒരുക്കി വെച്ചിരിക്കുന്നത് 2 പവൻ്റെ സ്വർണ്ണമാണ് കൊടുക്കാനായിട്ട് ബോച്ച ചെമ്മന്നൂർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹണി റോസിനെ പോലുള്ളവരൊക്കെ അത് വാങ്ങിച്ചിട്ട് വെറും നന്ദികെട്ട പ്രവൃത്തികളാണ് കാണിക്കുന്നത്. അവരൊക്കെ ലക്ഷക്കണക്കിനാണ് ഈ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. മൊണാലിസ എന്ന പെൺകുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവൾക്ക് ആ സ്നേഹവും കാണും, അവരുടെ കുടുംബത്തിനും ആ ഒരു സ്നേഹവും നന്ദിയും ഒക്കെ കാണും. അവർ വളരെ പാവപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബോച്ചയ്ക്ക് മൊണാലിസയെ കൊണ്ടുവരാൻ തോന്നിയ ഒരു നല്ല മനസ്സുണ്ടല്ലോ. ഇനിയും ബോച്ച ചെമ്മന്നൂർ താങ്കൾ ഇതുപോലെ വെറും പാവം പിടിച്ചവരെ കൊണ്ടുപോകും. അവരും സമൂഹങ്ങളിൽ ഉയർന്നു വരട്ടെ. നമ്മുടെ മൊണാലിസ ആ കുട്ടിയുടെ പേര് മൊണാലിസ എന്നൊന്നുമല്ല, ആരോ ആ കുട്ടിക്ക് ഒരു പേരിട്ടതാണ് മൊണാലിസ എന്ന് ആരോ ഇട്ടതാണ് ആ പെൺകുട്ടിക്ക്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലവണ്ണം ആ പെൺകുട്ടി വൈറലാണ്. അതുപോലെ തന്നെ പെൺകുട്ടിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ആ പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും നിമിഷങ്ങൾക്കകമാണ് മില്യൺസൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൊണാലിസയെ പോലുള്ള പെൺകുട്ടികൾ ഇനിയും വരട്ടെ. ഇനിയും ബോച്ച ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാവം പിടിച്ച പെൺകുട്ടികളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളെ, അതായത് ഒന്നുമല്ലേ ബോച്ച ചെമ്മന്നൂരിൻ്റെ അമ്മയെ കൊണ്ട് ഒക്കെ ഉദ്ഘാടനം ചെയ്യുക. അപ്പം മൊണാലിസ കേരളത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പം തന്നെ കേരളക്കര എല്ലാവർക്കും തന്നെ സന്തോഷമാണ്. കാരണം വെറും നാടോടി പെൺകുട്ടിയാണ് അവൾ. ഈ വഴിയോരങ്ങളിൽ ഇരുന്നാണ് ആ പെൺകുട്ടി മാലയൊക്കെ വിറ്റ് അവിടെ കുടുംബം, അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ മാല വിറ്റാണ് ഉപജീവന മാർഗം കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് പ്രയാഗരാജ് എന്ന സ്ഥലത്ത് ആ കുട്ടി മാല വിൽക്കാനായി എത്തുന്നത് മഹാകുംഭമേളയിൽ. അവിടെ നിന്ന് ആരോ ഒരു യൂട്യൂബർ ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പകർത്തി. അതിനുശേഷം ആ കുട്ടിക്ക് മാല വിൽക്കാനുള്ള അവസരം പോലും അവർ കൊടുത്തിരുന്നില്ല. കാരണം കൊണ്ടുവന്ന മാലകളുമായി എല്ലാമായി അവർ നാട്ടിലേക്ക് ഓടുകയായിരുന്നു. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനുമായിട്ട് ആ കുട്ടിയുടെ പുറകിനെയായിരുന്നു. അപ്പോൾ അച്ഛന് പേടിയായിട്ട് അച്ഛൻ അതിനെ നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് മധ്യപ്രദേശിലാണ് ആ കുട്ടിയുടെ വീട്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും വീഡിയോയും കുട്ടിയെ ഒന്ന് കാണാനായിട്ടും കുട്ടിയുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് അവിടെയും ആൾക്കാർ എത്തിയിരുന്നു. അപ്പോഴേ മൊണാലിസയുടെ അച്ഛന് വിലക്കുകയും അകത്തേക്ക് കയറ്റിവിടാനൊന്നും സമ്മതിച്ചിരുന്നില്ല. അത് കാരണം ആങ്ങളെ വന്നു, ആങ്ങളയെ വഴക്കിട്ടു, അടിച്ചു, ഫോണൊക്കെ ആങ്ങളുടെ എറിഞ്ഞ് പൊട്ടിച്ചു, അടിച്ചു എന്നൊക്കെ പറഞ്ഞ് മൊണാലിസ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അത് വെറും പാവപ്പിടിച്ച വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തത്. ഒരു പണക്കാരി പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും അവരുടെ സഹോദരനെ അടിക്കാനായിട്ടോ ഒന്നും ചെല്ലുകയില്ല. എന്നിരുന്നാൽ തന്നെ എനിക്കും ഒരുപാട് അഭിമാനം തോന്നുന്നു. കോഴിക്കോട്ടേക്ക് മൊണാലിസ വരുന്നു. പറ്റുമെങ്കിൽ എനിക്കും പോകണം മൊണാലിസയെ കാണാനും ഒരു വീഡിയോ എടുക്കാനും മൊണാലിസയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും. അപ്പോഴും മൊണാലിസ കേരളത്തിലേക്ക് വരുന്നെന്നറിഞ്ഞതിൽ ലോക ജനങ്ങൾക്ക് തന്നെ സന്തോഷമാണ്. കേരളക്കരയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പോസിറ്റീവ് കമൻറ്റ് തന്നെയാണ് മൊണാലിസയ്ക്ക് ഇട്ടിരിക്കുന്നത്. കാരണം ബോച്ച ചെമ്മന്നൂർ ഇതുപോലെയുള്ള ഒരു ആൾക്കാരെ കൊണ്ടുവരിക, ഹണി റോസിനെ പോലെ നന്ദി കെട്ടവരെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്യും. അതുപോലെ ഈ ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ കൊണ്ടുവന്ന് ബോച്ച ചെമ്മന്നൂർ എന്ത് കൊടുത്താലും ആ കുട്ടിക്ക് സന്തോഷമാകും. ആ കുട്ടിയുടെ കുടുംബം മുന്നോട്ട് പോകും. ഇപ്പം മൊണാലിസയ്ക്ക് സിനിമയിൽ ബോളിവുഡായിട്ട് സിനിമയിൽ അഭിനയിക്കാനൊക്കെ ചാൻസ് കിട്ടി എന്നാണ് കേട്ടത്. എന്തായാലും ഇനിയും മൊണാലിസ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു മോളെ. നീ കേരളത്തിലേക്ക് വരുന്നെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.